5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഡോക്ടർ ശശി തരൂരിന്റെ ജാതകം തെളിഞ്ഞു. അദ്ദേഹം ഇപ്പോൾ വലിയ ലോക പൗരൻ, ആഗോള പൗരനായി അങ്ങനെ നിൽക്കുകയാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റുമായിട്ട് വരെ പോയി ചർച്ചയെല്ലാം ചെയ്ത് ലോകത്തിലെ വലിയ ഒരു ദൗത്യം ഏറ്റെടുത്തിട്ട് കേരളത്തിൽ, ഇന്ത്യയിലേക്ക് വന്നിരിക്കുകയാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് MP ആണ്. ആ നിലയിൽ നമുക്കും അതിനൊക്കെ അഭിമാനിക്കാം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം 32 രാജ്യങ്ങളിലായി 59ഓളം ജനപ്രതിനിധികൾ, അതിൽ CPM-ന്റെ ജോൺ ബ്രിട്ടാസ് മുതൽ മുസ്ലിം ലീഗിലെ ET മുഹമ്മദ് ബഷീർ, കനിമൊഴി, പിന്നെ OYC, അങ്ങനെ എല്ലാ പാർട്ടിയിലെയും, സകല പാർട്ടികളിലെയും, അതുപോലെ സൽമാൻ ഖുർഷിദ്, പിന്നെ ഗുലാം നബി ആസാദ്, അങ്ങനെ എല്ലാ പാർട്ടികളിലെയും വളരെ പ്രമുഖരായിട്ടുള്ള 59ഓളം MP-മാർ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ പോയി വർത്തമാനം പറഞ്ഞ് അവർ നമുക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പഴയ ഒരു കഥയുണ്ട്. പിന്നെ നരസിംഹറാവുവിന്റെ കാലത്ത് അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഇതുപോലെ പാകിസ്ഥാനുമായി ഒരു വഴക്ക് നാടി നടന്നപ്പോൾ, അന്ന് യുദ്ധത്തിന്റെ പശ്ചാത്തലം ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ, അന്ന് അടൽ ബിഹാരി വാജ്പേയി പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹത്തെയാണ് ദൗത്യവുമായി ഐക്യരാഷ്ട്രസഭയിലും അമേരിക്കയിലും ഒക്കെ നരസിംഹറാവുവിന്റെ നിർദ്ദേശപ്രകാരം പോയത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ പഴയ പാരമ്പര്യം ഇവിടെ ഉണ്ട്. നേരത്തെ തന്നെ കോൺഗ്രസ് തന്നെ BJP അയച്ച പാരമ്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് BJP കോൺഗ്രസിനെ അയക്കുന്നതൊന്നും പുതിയ കാര്യമല്ല. നമുക്ക് രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിൽ ഈ ദൗത്യം ഏറ്റെടുത്ത് മറ്റൊരു തരത്തിൽ മറ്റൊരു രാഷ്ട്രീയം ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. പക്ഷെ ഇന്നിപ്പോൾ ഇദ്ദേഹം പോയി, നമ്മുടെ ശശി തരൂർ പോയി ലോകരാജ്യങ്ങളിലെല്ലാം പോയി തിരിച്ചു വന്നപ്പോൾ ഇന്നലെ പ്രധാനമന്ത്രിയുമായി പോയിട്ട് വന്നിട്ടുള്ള 59 MP-മാരുമായി ചർച്ചയുണ്ടായിരുന്നു, ചായ സൽക്കാരമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അവസാനം ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്, ശശി തരൂരിന് പുതിയ പദവി വരുന്നു എന്നുള്ളതാണ്. ഇതൊരു സ്ഥിരം സംവിധാനമാക്കുകയാണ്. നമ്മൾ ലോകരാജ്യങ്ങളുമായിട്ടുള്ള ഒരു ലൈസണിങ്, നമ്മൾ വിദേശകാര്യ മന്ത്രാലയവും അംബാസഡർമാർക്കും പുറമെ നമ്മളൊരു ലൈസണിങ് നടത്താൻ, അത് കേവലം യുദ്ധവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, അല്ലാതെ അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തിന്റെ വികസനവും കാഴ്ചപ്പാടുകളും ഒക്കെ പറയുവാൻ, നമ്മുടെ നന്മയും തിന്മയും സാധ്യതകളും പ്രശ്നങ്ങളും വികസന സാധ്യത എല്ലാം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥിരം സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ചെയർമാനായിട്ടോ അതിന്റെ വലിയ ഡയറക്ടർ ജനറലായിട്ടോ ഒക്കെ വലിയ ഒരു പോസ്റ്റിലേക്ക് ശശി തരൂർ വരാൻ സാധ്യതയുണ്ട്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അങ്ങനെയാണെങ്കിൽ സഞ്ചരിക്കുവാനോ അത് കോർഡിനേറ്റ് ചെയ്യുവാനോ ഒക്കെ ഉള്ള വലിയൊരു പദവിയാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് അദ്ദേഹം ഏറ്റെടുക്കും. അപ്പോഴും നമ്മുടെ KC വേണുഗോപാലിനെ പോലുള്ള ആളുകൾ പറയുന്ന, AICC അംഗമായിട്ടുള്ള KC വേണുഗോപാൽ പറയുന്നത്, ശശി തരൂർ ചെയ്ത തെറ്റൊന്നുമില്ല, അദ്ദേഹത്തിന് നമ്മൾ ശാസിക്കാനൊന്നും പോകുന്നില്ല, അദ്ദേഹം അകത്ത് നിന്നാണല്ലോ ഇത് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഒന്ന് സോപ്പിട്ടെടുക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും ശശി തരൂർ കേരളത്തിൽ വന്ന് മുഖ്യമന്ത്രി ആകുന്നതിനെ കുറിച്ച് ഒരു ശ്രമം നടത്തി നോക്കി. ഇവിടെ പിന്നെ NSS-ന്റെ സുകുമാരൻ നായരെ പോയി കണ്ടു, SNDP-യുടെ വെള്ളാപ്പള്ളി നടേശനെ കണ്ടു, അതുപോലെ തന്നെ തങ്ങളെ പോയി, മുസ്ലിം ലീഗിലെ തങ്ങളെ പോയി മലപ്പുറത്ത് കണ്ടു, പാണക്കാട് പോയി, അതുപോലെ ഒരുപാട് യാത്ര നടത്തി നോക്കി, ഒരുപാട് പണമൊക്കെ മുടക്കി പല കാര്യങ്ങളിൽ. പക്ഷെ അത് ക്ലിച്ച് പിടിച്ചില്ല. കേരളത്തിൽ അതിന് ആ വണ്ടി ഓടിയില്ല. അത് പിന്നെ ഓടാത്ത സാഹചര്യം വന്നപ്പോഴാണ് ഇപ്പോൾ പുതിയ സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നത്. തീർച്ചയായും ശശി തരൂർ പുതിയ പൊസിഷനിലേക്കാണ്, സ്ഥാനത്തേക്കാണ് വരുന്നത്. മോഡിയുടെ ഗുഡ് ബുക്കിലാണ്. ഇന്നിപ്പോൾ അവസാനമായി കേൾക്കുന്ന വാർത്ത, ഒറ്റയ്ക്ക് ശശി തരൂരിനെ വിളിച്ച്, ഇന്നലെ യോഗം നടന്നതിന് ശേഷം MP-മാരുടെ കൂട്ടായ യോഗം നടന്നതിന് ഇന്ന് ഒറ്റയ്ക്ക് ശശി തരൂരിനെ ക്ഷണിച്ച് പ്രധാനമന്ത്രി ഒറ്റയ്ക്ക് രണ്ടുപേരും മാത്രം ഇരുന്ന് സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയോ പുതിയ ദൗത്യങ്ങളും പുതിയ ധാരണകളും സ്ഥാനങ്ങളും ഡൽഹിയിൽ മണക്കുന്നുണ്ട്. ശശി തരൂരിന്റെ ജാതകം തെളിഞ്ഞു എന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിന്നാൽ സ്വാഭാവികമായിട്ട് ഇപ്പോൾ കേരളത്തിൽ ഭരണത്തിൽ വന്നാലും അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനമൊന്നും കിട്ടാൻ പോകുന്നില്ല. കേന്ദ്രത്തിലും അദ്ദേഹത്തിന് ഇപ്പോൾ ഈ കോൺഗ്രസ് മോഡി ഇരിക്കുന്നത് കൊണ്ട് വലിയ സാധ്യതകളൊന്നുമില്ല. അപ്പോൾ ഇതൊരു വലിയൊരു ഗ്യാപ്പായി സാധ്യതയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രസ്താവനകളും അദ്ദേഹം പറയുന്ന കാര്യങ്ങളും വളരെ ദേശസ്നേഹപരമായ കാര്യങ്ങളാണ്. രാഷ്ട്രം, കൺട്രീസ് മൈ ഫസ്റ്റ് പ്രയോറിറ്റി, നാഷൻ ഫസ്റ്റ്, സെക്കൻഡ് ആണ് എനിക്ക് പാർട്ടി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വളരെ ഗൗരവതരമായ രീതിയിൽ ഇടപെടുന്നുണ്ട്. ആ ഇടപെടൽ കൂടിയാകുമ്പോൾ തീർച്ചയായും വലിയ തോതിലായിരിക്കും നമുക്ക് ഈ കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശശി തരൂർ മിന്നിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. പുതിയ വലിയ പദവികൾ ശശി തരൂരിനെ കാത്തിരിക്കുന്നു. എന്താണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.